തൗഫീഖ് തരട്ടെ. അപ്പൊ അതന്നേരം എന്താണെന്ന് പറഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് കാര്യത്തിലേക്ക് വരാം. അപ്പോ നമുക്കിപ്പോ സ്വർഗത്തിൽ മുത്തുനബിയുടെ കൂടെ ഇരിക്കണമെന്നൊന്നും ആഗ്രഹമില്ല പലർക്കും. സ്വർഗത്തിൽ മുത്തുനബിയുടെ കൂടെ ഇരിക്കണമെന്നുള്ള ആഗ്രഹമൊന്നുമില്ല. പക്ഷേ നബിയെ അള്ളാഹുവിന്റെ ഹബീബിന്റെ മുന്നിൽ റബിയ റളിയല്ലാഹു അൻഹു ചോദിച്ച ആ ഒരു വല്ലാത്ത മേന്മേറിയ ആ ഒരു ചോദ്യം നമുക്ക് മനസ്സിൽ കൊതിയുണ്ടാവാത്തത് എന്തുകൊണ്ടാണെന്നറിയുമോ? ആ സ്വർഗത്തിന്റെ പരിമളമെങ്കിലും ലഭിക്കാൻ വിധിക്കപ്പെട്ടവരാണോ നമ്മളെന്ന ആശങ്ക എന്റെയും നിങ്ങളുടെയും മനസ്സിന്റെ ഉള്ളിലുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവര്, അല്ലാഹുവിന്റെ പൊരുത്തവും സ്വർഗവും ഏറ്റവും വലിയ ലക്ഷ്യമായിട്ട് ഈ സദസ്സിൽ വന്നവര് മുമ്പോട്ട് വെക്കുകയാണ് എങ്കിൽ ലോകത്തിന്റെ നായകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അത് നേടിയെടുക്കുന്നതിന് പറഞ്ഞു തന്ന മാർഗങ്ങൾ ചർച്ച ചെയ്തുകൊണ്ട് എന്തൊക്കെ സംഭവിച്ചു പോരാല്, ആകാശം ഇടിഞ്ഞു വീടുമെന്ന് പറയപ്പെട്ടു പോരാല്, അള്ളാഹുവിന്റെ റസൂലാ ലക്ഷ്യം നേടിയെടുക്കാൻ പറഞ്ഞു തന്ന കർമ്മങ്ങൾ ചെയ്തുകൊണ്ടല്ലാതെ ഉസ്താദ് നിങ്ങളുടെ ജീവിതത്തെ നമ്മൾ പാഴാക്കൂല എന്ന് തീരുമാനിക്കുക. അല്ലാഹു അതിന് തൗഫീഖ് തരട്ടെ. അപ്പോ നമ്മൾ ആലോചിച്ച് നോക്കണം, നമുക്കിപ്പോ സ്വർഗത്തിന്റെ ഉള്ളിൽ പ്രവാചകന്റെ കൂടെ ഫിർദൗസിൽ പ്രവാചകന്റെ തൊട്ടടുത്തിരിക്കണമെന്നുള്ള ആഗ്രഹം നമുക്ക് മാറ്റിവെക്കാം. ആദ്യം നമുക്കൊന്ന് ഈമാനോടുകൂടി മരിച്ചെങ്കിലേ പിന്നെ അങ്ങോട്ട് നമുക്ക് കടക്കാൻ പറ്റൂ. അതും നമുക്ക് നീക്കിവെക്കാം. സുന്ദരമായ സ്വർഗത്തിലെത്താൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരുപാട് മേഖലകൾ നിങ്ങൾ നിർബന്ധമായും പാലിച്ചിരിക്കണമെന്ന് പറഞ്ഞ് ആ ലക്ഷ്യത്തിലെത്താനുള്ള മാർഗങ്ങളെ അള്ളാഹുവിന്റെ ഹബീബ് നമുക്ക് വിശദീകരിച്ച് തന്നിട്ടുണ്ട്. ആ മാർഗങ്ങളിലൂടെ ഈ കുറിയോട് ജുമാ മസ്ജിദിന്റെ സുന്ദരമായ ഇൽമിന്റെ വേദിയുടെ വിശാലമായ പന്തലിനുള്ളിൽ കടന്നിരിക്കുന്ന സഹോദരങ്ങളെ, ആ മാർഗങ്ങളിലൂടെ ജീവിതം നിങ്ങൾ മുന്നോട്ട് നീക്കുകയാണ് എങ്കിൽ അൽഹംദുലില്ലാഹ് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നമുക്കെത്താൻ സാധിക്കും. ലക്ഷ്യം സാക്ഷാത്കരിച്ചു മരണപ്പെട്ടവരെ സംബന്ധിച്ച് അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നത് എന്താ? ലഹുമുൽ ബുശ്റാ ഫിൽ ഹയാത്തിദ് ദുനിയാ വൽ ആഖിറ. അവർക്ക് ദുനിയാവിലും ആഖിറത്തിലും സന്തോഷമാണ്. ഒറ്റ ലക്ഷ്യം മുമ്പ് വെച്ചുകൊണ്ട് ആ ലക്ഷ്യത്തിന് വേണ്ടി എന്തൊക്കെ സംഭവിച്ചാലും ആ ലക്ഷ്യം നേടുന്നതുവരെ ഞാൻ പിന്തിരിയൂല എന്ന ദൂഢമായ ചിന്തയോടെ മുന്നോട്ട് നീങ്ങിയ എത്രയോ വിശ്വാസികള്, അവരെ സംബന്ധിച്ച് അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നതെന്താ? ലഹുമുൽ ബുശ്റാ ഫീ ഹയാത്തിദ് ദുനിയാ വൽ ആഖിറ. അവർക്ക് ദുനിയാവിലും ആഖിറത്തിലും സന്തോഷമാണ്. ദുനിയാവിൽ അവർ പുഞ്ചിരിച്ച് മരിച്ചു കിടക്കുന്നു, ഭാര്യ അടുത്തു വന്നിരുന്ന് കരയുന്നു, മക്കള് കരയുന്നു, കുടുംബക്കാര് നെടുവേർപ്പെടുന്നു. പക്ഷേ ആ മനുഷ്യൻ മാത്രം മരിച്ചു കിടക്കുന്ന മനുഷ്യൻ, നമ്മൾ പറയാറില്ലേ, ഉറങ്ങുന്ന പോലെ തോന്നാണ് പടച്ചവനെ, ഇങ്ങനെ ഒന്ന് മരിച്ചു കിടക്കാനുള്ള ഭാഗ്യം നമുക്ക് ലഭിച്ചിരുന്നു എങ്കിലോ സന്തോഷത്തോടെ മരിച്ചു കിടക്കുന്ന സുന്ദരമായ പുഞ്ചിരിക്കുന്ന വദനത്തോടെ കിടക്കുന്നവരാണ് അവരുടെ ലക്ഷ്യത്തിന് വേണ്ടി യാത്ര ചെയ്ത് അതിലേക്ക് എത്തിച്ചേർന്നത്. നമുക്ക് സ്വർഗത്തിന്റെ ചിത്രം കണ്ടു മരിക്കണ്ടേ? നമ്മുടെ റൂഹ് പിടിക്കാൻ ഖാബിദുൽ അർവാഹ് മലക്ക് അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം കുരിയോട് പള്ളിയുടെ പരിസരത്തുള്ള നമ്മുടെ ചെറ്റക്കൂടയുടെ അകത്തളപ്പിലേക്ക് വന്നിട്ട് നമ്മുടെ റൂഹ് പിടിക്കാൻ തുടങ്ങുമ്പോ കൈകാലിട്ടടിച്ച് വൽത്തഫത്തി സാഖ് ബിസാഖ് വഖീല മൻ റാഖ് വലന്ന അന്നഹുൽ ഫിറാഖ്. മരണമുറപ്പാറ മനുഷ്യൻ തന്റെ കൈവേലുകളെ വിരിപ്പിലിങ്ങനെ അമർത്തിപ്പിടിക്കുമ്പോ ഒരു കാലും മറുകാലുമായിട്ട് സലാം പറഞ്ഞുകൊണ്ട് ഞെരിവിരി കൊള്ളുമ്പോ ഞരമ്പുകൾ വല്ലാതെ വിരിഞ്ഞു മുറുകുമ്പോ മനസ്സുവല്ലാതെ നൊമ്പരപ്പെടുമ്പോ എന്റെ പ്രിയമുള്ളവര്, ആ സമയത്ത് അല്ലാഹുവിന്റെ സ്വർഗ്ഗലോകത്തിന്റെ സുന്ദരമായ സന്തോഷ വാർത്തയുമായി റഹ്മത്തിന്റെ മാലാഖമാർ ഇറങ്ങി വരണ്ടേ? ഇറങ്ങി വന്നുകൊണ്ട് അബ്ശിറൂ ബിൽ ജന്നത്തില്ലതീ കുന്തും തൂഅദൂൻ. അല്ലാഹു നിങ്ങൾക്ക് തന്ന സ്വർഗം നിങ്ങൾ കണ്ടില്ലേ? റമളാൻ മാസം ഉറക്കപ്പെടുന്നുകൊണ്ട് സ്വർഗത്തിന് വേണ്ടി പൊട്ടിക്കറഞ്ഞ മുസ്ലിമേ, ഭൗതികമായ ആഡംബരമെല്ലാം പുറംകാലുകൊണ്ട് വലിച്ചെറിഞ്ഞിട്ട് ആത്മീയതയുടെ തൊട്ടിലിൽ അല്ലാഹുവിനെ ഓർത്തുകൊണ്ട് ആരംഭിച്ച പ്രിയപ്പെട്ട വിശ്വാസിയെ, നീ കാത്തിരുന്ന സ്വർഗം കണ്ടു, നീ കൊതിയോടെ പരിശ്രമിച്ചിരുന്ന സ്വർഗം കണ്ടു, ആ സ്വർഗത്തിന്റെ ചിത്രം കണ്ട് സന്തോഷിച്ചു കൊള്ളുക എന്ന് പറഞ്ഞുകൊണ്ട് ആ മനുഷ്യനെ സമാധാനിപ്പിക്കുകയാണ്. അല്ലാഹു അതിനുള്ള ഭാഗ്യം നമുക്ക് തരട്ടെ. അങ്ങനെ മരിക്കണം. എല്ലാവരും
എല്ലാവരും മരിച്ചേ പറ്റുള്ളൂ. പക്ഷേ അതിനു മുമ്പ് ഒരു തയ്യാറെടുപ്പ് നടത്തണം. ഇങ്ങനെ നമുക്ക് മരിക്കണം. എന്തായാലും നമ്മുടെ കാര്യം പോക്കാണ്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് വന്നിട്ട് ചോദിച്ചതാ, മസ്സിൽ അല ദുനിയ, ദുനിയാവെന്ന് പറഞ്ഞാൽ എന്താണെന്ന് അവിടെ നിന്നൊരു ഉദാഹരണം പറഞ്ഞു തരണം. ബഹുമാനപ്പെട്ട ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞതെന്താ, അദ്ദുനിയാ കഹുൽമിൻ നായിമി ഇദ് യറാ ഫീ മനാമിഹി മാ യസുറു വമാ യക്റഹു വബൈനമാ ഹുവ കദാലിക ഇൻദബഹ. അല്ലാഹുവിന്റെ ഹബീബായ മുത്തുനബി പഠിപ്പിച്ചു കൊടുത്തത് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, അദ്ദുനിയാ കഹുൽമിൻ നായിമി, ഉറങ്ങിക്കിടക്കുന്നവൻ കാണുന്ന സ്വപ്നം പോലെയാണ് ദുനിയാവ്. നമ്മൾ എന്തെല്ലാം സ്വപ്നം കാണുന്നു ഉറക്കത്തിൽ. അവിടെ പോകുന്നു, ഇവിടെ പോകുന്നു, ഓട്ടോ പോലും ഓടിക്കാൻ അറിഞ്ഞുകൂടാത്തവൻ ഫ്ലൈറ്റ് ഓടിക്കുന്നത് സ്വപ്നം കാണുന്നു. ആസ്ട്രേലിയയിലൂടെ ഇങ്ങനെ പറക്കുന്നു, എന്നിട്ട് അവിടെ നിന്ന് കയ്യൊക്കെ എടുത്ത് ഇങ്ങനെ കാണിക്കുന്നു. ജോർജ് ബുഷിന് ഷേക്കൻഡ് കൊടുക്കുന്നു, ബറാക് ഹുസൈൻ ഒബാമയുടെ കൂടെ ഇരുന്ന് ചായ കുടിക്കുന്നു, ഒക്കെ സ്വപ്നം കാണുകയാണ്. ചിലര് കണ്ട് കട്ടിലിരുന്നത് ആ കൊച്ചിന്റെ മണ്ടേ കൂടെ താഴെ ഒന്ന് വീഴുകയും ചെയ്യും. ചുരുങ്ങിയ സമയം. സന്തോഷമുള്ളത് കാണുന്നു, ദുഃഖമുള്ളത് കാണുന്നു. സന്തോഷമുള്ളതും ദുഃഖമുള്ളതും കാണുന്നു. കണ്ട് പെട്ടെന്നതങ്ങ് അവസാനിക്കുകയാണ്. ആ ഒരു സ്വപ്നം പോലെ മാത്രമാണ് ഈ ദുനിയാവ്. അത്രേ ഉള്ളൂ. ആ ദുനിയാവിൽ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സുന്ദരമായ ലക്ഷ്യത്തിലേക്ക് എത്തുവാൻ ഒരുപാട് നമ്മൾ പരിശ്രമിച്ചിരിക്കണം. ഈ സമുദായത്തിന്റെ സമയത്തെക്കുറിച്ച് പണ്ഡിതന്മാര് പറയാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തിനൊരു കഥ പറഞ്ഞു കൊടുക്കുന്നു. എന്റെ വീട്ടിലേക്കൊരു ജോലിക്കാരന് ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് കമ്പോളത്തിന്റെ മധ്യഭാഗത്ത് നിന്നുകൊണ്ട് ഒരാൾ വിളിച്ചു പറയാണ്, സുബഹി മുതൽ ളുഹുർ വരെ എന്റെ വീട്ടിൽ ജോലി ചെയ്യുന്നവന് ഒരു പൊന്ന് ഞാൻ കൊടുക്കുന്നതാണ്, അരപ്പൊന്ന് ഞാൻ കൊടുക്കുന്നതാണ്. അരപ്പൊന്ന്. സുബഹി മുതൽ ളുഹുർ വരെ അത്രയും സമയം ജോലി ചെയ്യുന്ന ആളിന് അരപ്പൊന്ന് ഞാൻ കൊടുക്കും. അങ്ങനെ 1-2 പേര് അതിന് തയ്യാറായി. രണ്ടാമതയാൾ വിളിച്ചു പറയാണ്, അള്ളാന്റെ ഹബീബ് പറയുന്നു, ളുഹുർ മുതൽ അസ്ർ വരെ ജോലി ചെയ്യാൻ എന്റെ കൂടെ വരുന്നവർക്ക് ഞാൻ ഒരു പൊന്ന് കൊടുക്കുന്നതാണ്. അതിനും കുറച്ച് ആൾക്കാർ തയ്യാറായി. മൂന്നാമത് ആ മനുഷ്യൻ വിളിച്ചു പറഞ്ഞു, അസ്ർ മുതൽ മഗ്രിബ് വരെ എന്റെ കൂടെ ജോലിക്ക് വരുന്നവർക്ക് 1.5 പൊന്ന് ഞാൻ കൊടുക്കുന്നതാണ്. ഇതുകൂടി പറഞ്ഞപ്പോൾ ആകെ വിവാദമായി. കാരണം കുറഞ്ഞ ജോലിയും കൂടുതൽ ശമ്പളവും. എപ്പോഴാ? അസ്റിന്റെയും മഗ്രിബിന്റെയും ഇടയിൽ വലിയ സമയമില്ല. ഹനഫി മദ്ഹബ് പ്രകാരമാണെങ്കിൽ ബാങ്ക് കേട്ട് നിസ്കരിച്ചു കഴിഞ്ഞാൽ പിന്നെ കുറച്ചു നേരം ഒരു ചായ കുടിച്ച് റോഡിൽ നിൽക്കുമ്പോൾ മഗ്രിബിന്റെ സമയമായി. അല്ലെങ്കിൽ പോലും ശാഫിഈ മദ്ഹബ് പ്രകാരമാണെങ്കിൽ പോലും അസ്റിന്റെയും മഗ്രിബിന്റെയും ഇടയിൽ സമയം വളരെ കുറവാണ്. ഈ കുറഞ്ഞ സമയത്ത് കൂടുതൽ ശമ്പളം കൊടുക്കാമെന്ന് ഇയാൾ പറഞ്ഞു. എന്താണ് കാരണമെന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ കഥയുടെ സാരത്തെക്കുറിച്ച് അള്ളാഹുവിന്റെ ഹബീബ് പറയാണ്, എന്റെ സമുദായത്തിന്റെ ഉദാഹരണമാണ്, എന്റെ സമുദായത്തിന്റെ ഉദാഹരണമാണ്. മാ ബൈനൽ അസ്രി വൽ മഗ്രിബ്, അസറിന്റെയും മഗ്രിബിന്റെയും ഇടയിലുള്ള സമയമാണ് എന്റെ സമുദായം ജീവിക്കുന്ന സമയം. അവർക്ക് ആയുസ് വളരെ കുറവാണ്, സമയം വളരെ കുറവാണ്. പക്ഷേ ആ കുറഞ്ഞ സമയത്ത് അവർ ചെയ്യുമ്പോൾ അവർക്ക് കിട്ടുന്ന പ്രതിഫലമോ അത് പർവ്വത സമാനമാണ്. ആ സമയമല്ലേ നമ്മളിന്ന് പാഴാക്കിക്കൊണ്ടിരിക്കുന്നത്? ആ സമയമല്ലേ നമ്മളിന്ന് വെറുതെ ഒഴിവാക്കിക്കൊണ്ടിരിക്കുന്നത്? നമ്മുടെ സ്വർഗത്തിലെത്താനും സുന്ദരമായ സ്വർഗലോകത്തിന്റെ അനുഗ്രഹം നുകരാനും എന്റെ പ്രിയമുള്ളവരെ കേവലം ഭൗതികമായ ലോകത്തിന്റെ ചുറ്റുവട്ടത്തിൽ ഒരുങ്ങി നിന്നുകൊണ്ട് സന്തോഷിച്ച് കളിച്ച് ചിരിച്ച് ആയുഷങ്ങ് പാഴാക്കിയാ പോരാ. അതുകൊണ്ട് ശ്രദ്ധിച്ചോ, അള്ളാന്റെ ഹബീബാന മുത്തുനബി തന്റെ പ്രിയപ്പെട്ട സഹാബത്തിന് പറഞ്ഞു കൊടുക്കാ, എന്റെ പ്രിയമുള്ള സഹാബ, സ്വർഗം കണ്ട് നിങ്ങൾക്ക് മരിക്കണമോ? സ്വർഗത്തിന്റെ സുന്ദരമായ സുഖം നിങ്ങൾക്ക് അനുഭവിക്കണമോ? ലോകത്തിന്റെ നാരകൻ പറയാ, ഇലുമനൂലി സിത്തം മിൻ അൻഫുസികും അലുമനുലകുമുൽ ജന്ന, അലുമനുലകുമുൽ ജന്ന. ഞാൻ കാണിച്ചു തരുന്ന ലക്ഷ്യത്തിലെത്താനുള്ള 6 മാർഗങ്ങൾ, 6 കാര്യങ്ങൾ. അതിൽ നിങ്ങൾ തീവ്രമായ തീരുമാനമെടുത്ത് നിങ്ങൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവാണ് എങ്കിൽ നിങ്ങൾക്ക് സുന്ദരമായ സ്വർഗം കണ്ടു മരിക്കാം, ഖബറിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാം. മണ്ണുവാരി തലയിലിട്ടുകൊണ്ട് ഖബറിന്റെ അകത്ത് നിന്ന് എഴുന്നേറ്റ് വരുമ്പോ ഫരീഖുൻ ഫിൽ ജന്ന,
സുന്ദരമായ സ്വർഗത്തിന്റെ വിഭാഗത്തിൽ നമുക്ക് പോയി നിൽക്കാം. അള്ളാന്റെ ഹബീബ് പറയുന്ന ഈ മാർഗങ്ങൾ അൽഹംദുലില്ലാഹ് സ്വീകരിക്കാൻ നമ്മൾ തയ്യാറാവണം. തയ്യാറാണോ? ഇൻഷാ അല്ലാഹ്. അപ്പോ ഈ തരത്തിൽ ഭൗതികമായ എല്ലാ സുഖങ്ങളെയും ആത്മീയതയുടെ ഇടയിൽ തിരികെ കയറ്റി വെക്കുന്നവരാണ് നമ്മൾ. നമ്മുടെ പള്ളികൾ പോലും ഇന്ന് AC ഫിറ്റ് ചെയ്ത പള്ളികളാണ് നമ്മുടെ നാട്ടിൽ വരാൻ പോണേ.